ബഹുമാന്യയായ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ പ്രഥമ പൗരയായിട്ട് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആൻസി അഗസ്റ്റിൻ, അതുപോലെ തന്നെ നമ്മുടെ വിവിധ വാർഡുകളിൽ നിന്നും ഇവിടെ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാർ, അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ സേവന രംഗത്തെ ആളുകൾ, അതുപോലെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അടക്കം ഹരിതകർമ്മ സേന അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ്. നല്ല ശക്തമായ കൈകളിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ അധികാരം നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. വരുന്ന 5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ എല്ലാ വാർഡുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് നമ്മുടെ വായമ്പരോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ വാർഡുകളിലേക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ ആൻസി മെമ്പർ ഏറ്റവും കൂടുതൽ ബഹളം വെച്ച് എനിക്ക് വേണമല്ലോ ഇങ്ങനെ വേണമെന്ന്. ഇനി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. 14 വാർഡിനെ ഒരുപോലെ കണ്ടേ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, നമുക്ക് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് മെമ്പർമാരുണ്ട്. അവരെയൊക്കെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങൾ പ്രവൃത്തി പരിചയമുള്ള മെമ്പർമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ വികസനം വരുന്ന 5 വർഷങ്ങളിൽ ഇവരുടെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം 5 വർഷത്തെ കാലത്തേക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ഇവർക്ക് നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പേരിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനായ നിയുക്ത പ്രസിഡന്റ്, മറ്റ് മെമ്പർമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, കുട്ടിക്കൽ പഞ്ചായത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞു. ഒരു ഭരണമാറ്റം വന്നത് എന്നുള്ളതിലുപരി നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ വികസനങ്ങൾക്കും തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളും പാർട്ടി സഖാക്കളുമൊക്കെ ഈ ഭരണസമിതിയോടൊപ്പം ഉണ്ടാകും. ഈ ഭരണസമിതിയുടെ മറ്റ് വികസന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൽ നിന്നുള്ള മുൻപോട്ടുള്ള പ്രവർത്തനത്തിന് സഹായകരമാകും എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വിശ്വകർമ്മ മഹാസഭയെ പ്രതികരിച്ച് രാധിക സതീഷ്. ഏറ്റവും ബഹുമാനിയായ നമ്മുടെ പുതിയ പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ, മറ്റു വാർഡുകൾ 13 വാർഡുകളുടെയും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്കും അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. BIC ലൈബ്രറിയെ പ്രതികരിച്ച് ജോസ് കുര്യൻ അർക്കത്തമ്പി. ഏറ്റവും ബഹുമാനിയായ കുടിയേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ, മറ്റ് വാർഡുകളിൽ നിന്ന് ജയിച്ചു വന്ന പ്രിയങ്കരായ മെമ്പർമാരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്ന് ഇന്ന് പുതിയൊരു ഭരണസമിതി നിലവിൽ വരികയാണ്. മുൻകാലങ്ങളിലെ ഭരണസമിതികൾ ഈ കുടിയേൽ പഞ്ചായത്തിന് ചെയ്ത സേവനങ്ങളുടെ തുടർച്ചയായിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു ടീമാണ് ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്നത്. നല്ല എല്ലാ മെമ്പർമാരും തന്നെ വ്യക്തിപരമായിട്ട്, മിക്കവാറും എല്ലാ മെമ്പർമാരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ടീമാണ് ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ മുന്നോട്ട് വളരെ പുരോഗമനപരമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ വാർഡിലും നടപ്പാക്കുന്നതിന് ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരപ്പായ പ്രദേശങ്ങൾ വളരെ കുറവാണ്. എല്ലാ മലമ്പ്രദേശങ്ങളും പിലാപ്പള്ളി, കാവാലി, ചാത്തമ്പലാപ്പള്ളി, മേലത്തടം, കുടുങ്ങയൊക്കെ എല്ലാം ഹില്ലി ഏരിയാസാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പരിമിതികളുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ വികസനത്തിലുമൊക്കെ നടപ്പാക്കുന്നതിന്. അപ്പോൾ അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ നടപ്പാക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും കൂട്ടായ തീരുമാനങ്ങൾ എടുത്ത് നല്ല ഒരു ഉപദേശക സമിതിയെ എടുത്തുകൊണ്ട് ഈ നാടിൻ്റെ, ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന്, എല്ലാ മേഖലകളിലുമുള്ള വികസനത്തിന്
നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൂട്ടായിട്ട് പ്രവർത്തിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഉപരി വിപ്ലവമായിട്ട് വികസനത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിന് ഈ കമ്മിറ്റിക്ക് സാധിക്കും, ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയെ നയിക്കുന്നതിന് കെൽപ്പുള്ള ഒരാളെ തന്നെയാണ് നമുക്കിപ്പോൾ പ്രസിഡന്റായിട്ട് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ വിവിധ വാർഡുകളിൽ പ്രത്യേകിച്ച് ആൻസി മത്സരിച്ച വാർഡുകളിലുള്ള പ്രവർത്തനവും പഞ്ചായത്തിലെ പൊതുവായിട്ടുള്ള പ്രവർത്തനവും ഒക്കെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് പറയുന്നതായിരുന്നു യാതൊരു സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഭരണം ആദ്യത്തെ 5 വർഷത്തേക്ക് ഈ പഞ്ചായത്തിൻ്റെ സമുന്നതമായ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന്, സമഗ്രമായ വികസനത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ. അതിനുള്ള കഴിവുകൾക്കൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ആ കാര്യത്തിൽ വിജയിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവിധ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ജാതി മത രാഷ്ട്രീയ ഭേദ ചിന്തകൾ മറന്നുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ജനങ്ങളുടെ എല്ലാ ഭാഗത്തുമുള്ള സഹകരണം നമുക്കുണ്ടാകും എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഹിളാ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കുസുമൻ ചേച്ചി. അത്രയും ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആറും ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ, മറ്റ് 14 മെമ്പർമാർ, പിന്നെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റ് ആൻസി മെമ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ, ആൻസി മെമ്പർ ഒത്തിരി കാര്യങ്ങൾ ആ വാർഡിനെ സംബന്ധിച്ചാണല്ല, പഞ്ചായത്തിലെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട്, ആരുടെ ഏത് കാര്യം കേട്ടാലും അത് നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ നോ എന്ന് ഒരു പുള്ളിയുടെ ഡിക്ഷണറിയിലില്ല. എല്ലാ കാര്യത്തിനും ആത്മാർത്ഥമായിട്ട് ഏത് കാര്യവും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത് സാധിച്ചു തന്നെ കൊടുത്ത് നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഈ 14 വാർഡിനെയും പ്രതിനിധീകരിച്ച് 14 വാർഡിൻ്റെ അധിപതിയാണ്. അതുകൊണ്ട് ഏറ്റവും സന്തോഷവും സ്നേഹത്തോടും എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ 13 ബാക്കിയുള്ള 13 മെമ്പർമാർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മായ മെമ്പറെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ കുട്ടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റ ഏറ്റവും പ്രിയപ്പെട്ട ആൻസി അഗസ്റ്റിൻ, വേദിയിലിരിക്കുന്ന മറ്റ് സഹ മെമ്പർമാർ, സെക്രട്ടറി ഉൾപ്പെടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശിഷ്ട വ്യക്തികളെ, വളരെയധികം സന്തോഷമുണ്ട്. കുസുമ മുരളി സൂചിപ്പിച്ച പോലെ നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരാൾ തന്നെ നമ്മുടെ കുട്ടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ടൈമിൽ ഞാനും അൻസിപ്പുറം ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് 5 വർഷം കഴിഞ്ഞു പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അൻസിപ്പറിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ നോ പറയാറില്ല. എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ അടിപിടി പേടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ അവർ, പ്രിയപ്പെട്ട വിവിധ 13 വാർഡിൽ നിന്നുള്ള പ്രിയപ്പെട്ട മെമ്പർമാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് ആൻസി അഗസ്റ്റിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതികളും പഞ്ചായത്തിൻ്റെ വികസനവും ഒത്തൊരുമയോടുകൂടി 14 മെമ്പർമാരും ഒരുമിച്ച് എന്ന് മുൻകാലങ്ങളിൽ നമ്മുടെ കുടിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിരുന്ന രീതിയിൽ നല്ല ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളെ
നല്ല രീതിയിൽ സേവിക്കുന്നതിന് ഈ ഭരണസമിതി കഴിയട്ടെ. എന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. Ta-da.